ശ്രീജിത് പണിക്കർ ആയൂർ ബിജു പറയുന്നത് പോലെ ഇത്രയും ലളിതമാണോ? മുഖ്യമന്ത്രിക്ക് കുടുംബസമേതം വിദേശത്ത് പോകാനും അവധിക്കാലം ചെലവഴിക്കാനും ഒക്കെ അതിനുള്ള അനുവാദമുണ്ട്, അത് ചെയ്യാം. കാരണം അതിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയും കിട്ടുന്നതാണ്. അദ്ദേഹം ഒരു മനുഷ്യനാണ്, അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ അവധിക്കാലം ചെലവഴിക്കാൻ പോകേണ്ടി വരും, കുടുംബവുമായിട്ട് യാത്ര ചെയ്യേണ്ടി വരും, മകനെ കാണാൻ പോകേണ്ടി വരും, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ അതിനുള്ള ഇപ്പോഴത്തെ പോക്ക് അതിനൊരു ന്യായീകരണമാണോ അല്ലയോ? അല്ല, ഞാനും ചോദിക്കട്ടെ, ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ കുടുംബസമേതം യാത്ര ചെയ്യുന്നത് എന്ന് തോന്നുന്നു. ആരും പറഞ്ഞില്ല ശ്രീ ആയൂർ ബിജു, അങ്ങനെയൊന്നും ആരും പറഞ്ഞില്ല. ശ്രീജിത് പണിക്കർ ചോദിക്കട്ടെ, ശ്രീ ബിജു ചോദ്യം എന്നോടാണ്. ശ്രീ മഞ്ജുഷ്, ആ ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ ആദ്യമേ തന്നെ പറയേണ്ടത് മുഖ്യമന്ത്രി ഔദ്യോഗികമായിട്ടോ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടോ വിദേശ രാജ്യത്തോ അന്യ സംസ്ഥാനങ്ങളിലോ ഒക്കെ തന്നെ യാത്ര ചെയ്യുന്നതിനൊന്നും തന്നെ അദ്ദേഹത്തിന് പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. അതിനൊന്നും തന്നെ ആർക്കും എതിരഭിപ്രായങ്ങളില്ല. പലപ്പോഴും നമ്മളിതിനെ ധൂർത്ത് എന്ന പേരിലാണ് ഔദ്യോഗികമായിട്ടുള്ള പല വിസിറ്റും വരുന്ന സമയത്ത് ഒഴിവാക്കാനാകുന്ന ചില വിസിറ്റുകൾ, അതല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് ഒരുപക്ഷെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാർ സന്ദർശിക്കേണ്ടുന്ന സ്ഥലത്ത് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ സന്ദർശിക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ പലപ്പോഴും വിദേശ യാത്രകളുമായി ബന്ധപ്പെട്ട് വിമർശനമായിട്ട് ഉന്നയിച്ചിട്ടുള്ളത്. ഇത്തവണ അങ്ങനെയല്ല, അദ്ദേഹത്തിന്റെ സ്വകാര്യ സന്ദർശനമാണ് എന്നറിയുന്നു. സ്വകാര്യ സന്ദർശനത്തിന് ശ്രീ മഞ്ജുഷ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു റിക്വസ്റ്റ് കേന്ദ്ര സർക്കാരിലേക്ക് പോയി കഴിഞ്ഞാൽ ഔദ്യോഗികമായിട്ടുള്ള യാത്രയല്ലാത്തത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതിനുള്ള പെർമിഷൻ എന്തായാലും കിട്ടുകയും ചെയ്യും. കാരണം സബ്മിറ്റ് ചെയ്യേണ്ടുന്ന ഡോക്യുമെന്റുകളൊക്കെ വളരെ തന്നെ പരിമിതമാണ്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, സുദീർഘമായിട്ടുള്ള ഒരു കാലയളവിലേക്ക് 2 ആഴ്ചയ്ക്ക് മുകളിലേക്ക് അദ്ദേഹം സംസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്ന സമയത്ത്, അദ്ദേഹവും മറ്റൊരു മന്ത്രിയും അങ്ങനെ മാറി നിൽക്കുന്ന സമയത്ത് അങ്ങനെ ഒരു അറിയിപ്പ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു സാമാന്യ മര്യാദയുടെ പ്രശ്നമാണ്, മറ്റൊന്നുമല്ല ഞാൻ പറയുന്നത്. അതൊരു സാമാന്യ മര്യാദയുടെ പ്രശ്നമാണ്. മുഖ്യമന്ത്രി ഓഫീസിലില്ല എന്നും അദ്ദേഹം സ്ഥലത്തില്ല എന്നും 2 ആഴ്ച കാലത്തേക്ക് അദ്ദേഹവുമായി ബന്ധപ്പെടാനായിട്ട് പരിമിതികളുണ്ട് എന്നുള്ള കാര്യം പൊതുജനത്തിനെ അറിയിക്കുക എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ ഒരു സാമാന്യ മര്യാദയാണ്. അത് സർക്കാരിനുണ്ടാകേണ്ടുന്ന മര്യാദയാണ്, അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഉണ്ടാകേണ്ടുന്ന മര്യാദയാണ്. അപ്പൊ അതിനെപ്പറ്റി ചോദിക്കുന്ന സമയത്ത് LDFന്റെ കൺവീനറായിട്ടുള്ള ശ്രീ EP ജയരാജൻ പറയേണ്ടത്, അതിൽ എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കുക, അതിനുശേഷം പറയുക ഇതേപോലെ അദ്ദേഹം വിദേശത്ത് പോവുകയാണ്, ഇന്ന രാജ്യങ്ങളിൽ പോവുകയാണ്, തികച്ചും വ്യക്തിപരമായിട്ടുള്ള സന്ദർശനമാണ്, ഇന്ന ദിവസം അദ്ദേഹം തിരിച്ചു വരും എന്ന് പറയുക. പക്ഷെ ഇതുവരെയും അങ്ങനെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യം കൂടി, ഏറ്റവും അവസാനം സന്ദർശിക്കുന്ന UAE ആണ്. അവിടെ നിന്ന് സന്ദർശനം കഴിഞ്ഞ് 21-ാം തീയതി മടങ്ങി വരും എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും കൊടുത്തിരിക്കുന്ന വാർത്ത. പക്ഷെ ഇതിനൊന്നും ഒരു ഔദ്യോഗികമായിട്ട് സ്ഥിരീകരണം വന്നിട്ടില്ല. അതാണ് ഏറ്റവും കൗതുകം. അതിന് ജയരാജൻ നൽകുന്ന മറുപടി അതെന്താ ചട്ടിയും കൊട്ടി പാടണോ എന്നാണ്. എന്ത് വികലമായ വാദമാണ് ഈ LDF കൺവീനർ ഉന്നയിക്കുന്നത്. നോക്കൂ, ഇങ്ങനെ കൊട്ടിപ്പാടണോ അതോ പുത്തരിക്കണ്ടം മൈതാനിയിൽ വന്ന് അനൗൺസ് ചെയ്യണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അദ്ദേഹം വ്യക്തിപരമായിട്ട് അവധിയെടുത്താലും അദ്ദേഹം വ്യക്തിപരമായിട്ടുള്ള യാത്രയിലാണെങ്കിലും ഒക്കെ തന്നെ അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി എവിടെ എന്ന് അറിയുന്നതിനുള്ള ഒരു സ്വാതന്ത്ര്യം, അദ്ദേഹത്തിന്റെ യാത്രയുടെ എല്ലാ ഡീറ്റെയിൽസും വ്യക്തിപരമായിട്ട് അദ്ദേഹം ആരെയൊക്കെ കാണുന്നു എന്നുള്ള ഒന്നും അല്ല നമ്മളിവിടെ പറയുന്നത്. നമ്മളിവിടെ പറയുന്നത് അദ്ദേഹം സ്ഥലത്ത് നിന്ന് മാറി നിൽക്കുകയാണ് എങ്കിൽ അതറിയാൻ അദ്ദേഹത്തിന്റെ പ്രജകൾക്ക് ഒരു അവകാശമുണ്ട് എന്നുള്ളത് ശ്രീ ബിജു മനസ്സിലാക്കുക, ഒന്നാമത്തെ കാര്യം. 2, ഇത് മാധ്യമങ്ങൾ ചോദിക്കുന്ന സമയത്ത് മാധ്യമങ്ങൾ ഇത് അറിഞ്ഞില്ല എങ്കിൽ അവരുടെ കഴിവുകേട് എന്നാണ് ശ്രീ EP ജയരാജൻ പറയുന്നത്. അതെങ്ങനെയാണ്? ഔദ്യോഗികമായിട്ട് സംവിധാനത്തിന്റെ ഭാഗമായിട്ട് മാധ്യമങ്ങളെ അറിയിക്കേണ്ടുന്ന ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടില്ല എങ്കിൽ, അതായത് ഊഹിച്ച് അല്ലെങ്കിൽ കവടി നിരത്തിയൊക്കെ ഇവരെ അറിയണം, അറിഞ്ഞില്ല എങ്കിൽ അത് നിങ്ങളുടെ കഴിവുകേട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഏറ്റവും അബദ്ധമായിട്ടുള്ള ഒരു പ്രസ്താവന, ഇത് ജനങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ എന്നാണ്. ജനങ്ങൾ എങ്ങനെയാണ് അറിയുക? ഏത് മാധ്യമം വഴിയാണ് ജനങ്ങളെ അറിയിച്ചിരിക്കുന്നത്? ഈ പറഞ്ഞതുപോലെ ചെണ്ട കൊട്ടി പാടിയിട്ട് ആൾക്കാരെ അറിയിച്ചിട്ടുണ്ടോ? അതോ പുത്തരിക്കണ്ടം മൈതാനിയിൽ പ്രസംഗിച്ചിട്ട് ആൾക്കാരെ അറിയിച്ചിട്ടുണ്ടോ? ജനങ്ങളുടെ ഭാഗമാണ് നമ്മളെല്ലാവരും, നമ്മളാരും രാഷ്ട്രീയ പ്രവർത്തകരല്ല. അപ്പൊ അങ്ങനെയുള്ള ജനങ്ങളുടെ ഭാഗമായിട്ടുള്ള നമുക്ക് ഇതറിയില്ല. ആ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന, അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചോദിക്കുന്ന, അവർക്ക് വേണ്ടി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന, അവരെ അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മാധ്യമങ്ങൾ ഇതറിഞ്ഞിട്ടില്ല. പിന്നെ ഏതു മാർഗത്തിൽ കൂടിയാണ് ജനങ്ങളെ നിങ്ങൾ അറിയിച്ചിരിക്കുന്നത്? സാധാരണ CPM-ന് ആൾക്കാരെ വിവരങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട്, ഒരു സർക്കാർ സംവിധാനത്തിന് ആൾക്കാരെ വിവരങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് വ്യവസ്ഥാപിതമായിട്ടുള്ള ചില മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളിൽ ഒന്നിലും അതിനെപ്പറ്റി അറിയിച്ചിട്ടില്ലാത്തപ്പോൾ പിന്നെ ജനങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എന്ന് പറയേണ്ടതിന്റെ കാര്യം. മൂന്നാമത്തെ പ്രശ്നം, അദ്ദേഹം പറയുന്നത് ഒരല്പം കൂടി കടത്തി നിങ്ങളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. അതായത് നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങളെ മുഖ്യമന്ത്രി സ്ഥലത്തുണ്ടോ ഇല്ലയോ
അദ്ദേഹം എവിടെ പോയി, അദ്ദേഹം എന്ന് തിരിച്ചു വരും എന്നുള്ള ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള വിവരങ്ങൾ പോലും നിങ്ങളെ അറിയിക്കേണ്ടുന്ന അല്ലെങ്കിൽ നിങ്ങളെ ബോധിപ്പിക്കേണ്ടുന്ന ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഇനി ആ യാത്രയുമായി ബന്ധപ്പെട്ട് ചോദ്യം ഉണ്ടായിരിക്കുന്നു, അത് പ്രതിപക്ഷത്തിന്റെ ഭാഗമായിട്ട് ചോദ്യം ഉണ്ടായിരിക്കുന്നു. മാധ്യമപ്രവർത്തകർ ആ ചോദ്യം ഇ.പി. ജയരാജനോട് ചോദിക്കുമ്പോൾ ആരാണ് സ്പോൺസർ എന്നുള്ളതാണ് ചോദ്യം. അതിന് അദ്ദേഹം മറുപടി പറയുന്നത് എന്താണ്? ഇതിൽ സ്പോൺസർ ഇല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ടോ? ഇല്ല. പകരം അദ്ദേഹം ചോദിക്കുന്നത് നിങ്ങൾ കൊടുക്കുമോ ചെലവ് എന്നാണ്. വളരെ നിഷേധാത്മകമായി ചോദ്യം ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരോട് ചോദിക്കുകയാണ്, ചെലവ് നിങ്ങൾ കൊടുക്കുമോ? അദ്ദേഹം പോകുന്നതുമായി ബന്ധപ്പെട്ട ചെലവിനെ കുറിച്ച് നിങ്ങൾ എന്തിനാണ് അന്വേഷിക്കുന്നത് എന്ന് ചോദിക്കുന്നു. എനിക്ക് ശ്രീ ബിജുവിനോടാണെങ്കിലും ശ്രീ ഇ.പി. ജയരാജനോടാണെങ്കിലും ചോദിക്കാനുള്ളത്, ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് പോലും നമ്മുടെ നാട്ടിൽ ഒരു ഡെലിഗേഷന്റെ ഭാഗമായിട്ട് പലരെയും കൊണ്ടുപോകുന്ന ഒരു പതിവ് കേന്ദ്രത്തിലാണെങ്കിലും സംസ്ഥാനത്തിലാണെങ്കിലും ഒക്കെ തന്നെയുണ്ട്. ആ സമയത്ത് പോലും നമ്മൾ ഈ പറയുന്ന അംബാനി, അദാനി തുടങ്ങിയ ആൾക്കാരെ ഒഫീഷ്യലായിട്ടുള്ള ഒരു യാത്രയുടെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തുമ്പോൾ പോലും എന്തിനിവരെ കൊണ്ടുപോകുന്നു എന്ന് ചോദിക്കുന്ന ആൾക്കാർ, ക്രോണി ക്യാപിറ്റലിസം ഒക്കെ പറയുന്ന ആൾക്കാർ, ഇതേപോലെ ഏതെങ്കിലും മുതലാളിമാരാണോ ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് എന്നതിനെ പറ്റി അറിയാനായിട്ട് ഈ നാട്ടുകാർക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു ചോദ്യം ഉണ്ടാവില്ലേ? ഔദ്യോഗികമായിട്ട് എന്തായാലും എല്ലാ ചെലവും നോക്കിയതിനു ശേഷം ഒരു സർക്കാർ വഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഗുരുതരമല്ലേ വ്യക്തിപരമായിട്ടുള്ള ഒരു യാത്ര അവർ നടത്തുന്ന സമയത്ത് ഏതെങ്കിലും മുതലാളിമാരാണോ അതിന് സ്പോൺസർ ചെയ്തിരിക്കുന്നത് എന്നുള്ള വിഷയം? അത് ആൾക്കാർ അറിയേണ്ടതാണ്, അത് പ്രതിപക്ഷം ചോദിക്കേണ്ടതാണ്. അത് ചോദിക്കുന്ന സമയത്ത് അത് ചെലവ് പകരം നിങ്ങൾ കൊടുക്കുമോ, നിങ്ങൾ എന്തിനാണ് അന്വേഷിക്കുന്നത് എന്ന് ചോദിക്കുന്നു. മാധ്യമപ്രവർത്തകർ തന്നെ ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് നിങ്ങളിൽ ചിലർ അറിഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ എന്താണ്? എല്ലാവരും അറിഞ്ഞിട്ടില്ല, അതായത് ഔദ്യോഗികമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടില്ല. ഈ ചിലർ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഒന്നുകിൽ മറ്റാരോടെങ്കിലുമുള്ള സ്വാധീനം വഴി വാർത്ത ലീക്ക് ചെയ്തിട്ടെടുക്കുക, അതല്ല എങ്കിൽ ചില ആൾക്കാരോട് സെലക്റ്റീവായിട്ട് ഈ സംവിധാനത്തിൽ നിന്ന് ലീക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണോ ഒരു മുഖ്യമന്ത്രിയുടെ യാത്രയുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണം ഇവിടെ ഉണ്ടാകേണ്ടത്? ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം അത് ഈ മാധ്യമപ്രവർത്തകർ തന്നെ ചോദിക്കുന്നുണ്ട്, പ്രതിപക്ഷവും ചോദിക്കുന്നുണ്ട്. ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന രീതിയിലുള്ള ഒരു പൊതുബോധത്തിനെ നിർത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് ഈ ബംഗാളിൽ ഉൾപ്പെടെ മറ്റു പല സ്ഥലങ്ങളിലെല്ലാം തന്നെ മുഖ്യമന്ത്രി അവിടെ പോയി പ്രചരണത്തിന്റെ ഭാഗമാകേണ്ടതല്ലേ ഇന്ത്യയിലെ ഒരേ ഒരു ഇടത് മുഖ്യമന്ത്രി എന്ന് ചോദിക്കുന്ന സമയത്ത് എന്താണ് ശ്രീ ഇ.പി. ജയരാജൻ പറയുന്നത്? പോകേണ്ട സ്ഥലത്തൊക്കെ പോകേണ്ടവർ പോകുന്നുണ്ട് എന്ന് വെച്ചാൽ ഇടതിന്റെ ഒരേ ഒരു മുഖ്യമന്ത്രി ഈ സ്ഥലത്തൊന്നും പോകേണ്ടതല്ല എന്ന രീതിയിലുള്ള ഒരു തീരുമാനം എവിടെയോ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം ഏതൊരവസ്ഥയിലാണ്, ഇപ്പൊ സംസ്ഥാനത്തിന്റെ അവസ്ഥയൊക്കെ തന്നെ അവിടെ നിൽക്കട്ടെ, പക്ഷെ അദ്ദേഹത്തിന്റെ പാർട്ടി നേരിടുന്ന ഒരു അവസ്ഥയുണ്ട്. പാർട്ടി ചിഹ്നം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൽ ആ പാർട്ടിയുടെ ഒരേ ഒരു മുഖ്യമന്ത്രി അദ്ദേഹം പോയി പ്രചരണം നടത്തേണ്ട സമയത്ത് പോലും അദ്ദേഹം അതില്ലാതെ സുദീർഘമായിട്ടുള്ള ഒരു കാലയളവിൽ സംസ്ഥാനത്ത് നിന്ന് തന്നെ മാറി നിൽക്കുകയാണ്. അത് ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരുടെ നെഞ്ചത്തേക്ക് കുതിര കയറാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാർ. ശരിയാണ് ശ്രീ ശ്രീത് പണ്ഡിറ്റ്, ഒരു സെൽഫ് ഗോൾ അല്ലെങ്കിൽ ഇത് മനഃപൂർവ്വം ഇ.പി. ജയരാജൻ പറഞ്ഞതാണെന്ന് തന്നെ കരുതേണ്ടി വരും. ഒന്നുകിൽ അദ്ദേഹത്തിന്റെ സെൽഫ് ഗോൾ അല്ലെങ്കിൽ മനഃപൂർവ്വം പറഞ്ഞത് തന്നെയാണ്. ആ തെരഞ്ഞെടുപ്പ് ദിവസത്തെ മുഖ്യമന്ത്രിയുടെ മാധ്യമങ്ങളോടുള്ള ആ മറുപടി ഉണ്ടല്ലോ ഇ.പി. ജയരാജനെ കുറിച്ച്, അതിന് പകരം വീട്ടിയതാണ് ഇ.പി. എന്ന് ചിന്തിക്കേണ്ടി വരും ശ്രീ ആയൂർ ബിജു. അങ്ങനെ അല്ലെങ്കിൽ ആരെങ്കിലും ഇത്തരത്തിലുള്ള മറുപടി നൽകുമോ? എന്തൊക്കെ കാര്യങ്ങളാണ് ഇ.പി. ജയരാജൻ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും വിദേശ സന്ദർശനത്തെക്കുറിച്ച് ഇന്ന് പറഞ്ഞത്? എണ്ണി ശ്രീത് പണിക്കർ പറയുകയായിരുന്നു, എന്തെങ്കിലും മറുപടി ഉണ്ടോ? ഇങ്ങനെയാണോ പറയേണ്ടത്? നിങ്ങൾ അറിഞ്ഞിട്ട് എന്ത് കാര്യം എന്ന പോലെയുള്ള മറുപടിയാണോ നൽകേണ്ടത്, അതും ജനങ്ങളോട്?